ബൈ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് ഓടിയെത്താൻ പറ്റില്ലല്ലോ എന്നായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. മിനിമം ഒരു 15 to 16 മണിക്കൂറെങ്കിലും വേണം എനിക്കൊന്ന് വീട്ടിലെത്താൻ. ചേട്ടായി അടുത്തുള്ളതായിരുന്നു ഒരു ധൈര്യം. ദൈവം സഹായിച്ച് ആ സമയത്ത് തന്നെ അവനൊരു പ്രൊമോഷൻ കിട്ടി. അവനും കോഴിക്കോട് നിന്ന് പോയി. അപ്പോഴാണ് അച്ഛയുടെ അമ്മയുടെയും 2 മക്കൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെക്കാൾ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ അച്ഛയ്ക്കും അമ്മയ്ക്കും തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നാളുടെ ബർത്ത്ഡേ ആണ്. പുട്ടിങ് എവറിത്തിങ് അസൈഡ്, വി ആർ സോ ലക്കി ടു ഹാവ് യു ആൻഡ് താങ്ക് യു. വന്നു കയറിയ ദിവസം തൊട്ട് എല്ലാവരുടെയും ദ ഫേവറേറ്റ് ആയതിന്, അച്ഛനും അമ്മേനെയും പൊന്നുപോലെ നോക്കുന്നതിന്, എപ്പോഴും ഓടി നടന്ന് എല്ലാവരുടെയും കാര്യം അന്വേഷിക്കുന്നതിന്, വണ്ടി കുത്തി കുത്തി നിർത്തി അച്ഛയുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കുമ്പോൾ ചിരിക്കുന്നതിന്, പിടുപിടുപ്പ് അറ്റ് ഇറ്റ്സ് പീക്കായി എല്ലാം താഴെ ഇടുമ്പോൾ ഞാനാ എന്ന് പറയുന്നതിന്, കുറേ കുഞ്ഞു മക്കളുടെ പ്രിട്ടി മിസ് ആയതിന്, അച്ഛയുടെ അമ്മയുടെ ഫോണിനെ കുറിച്ചുള്ള സകല ഡൗട്ടും ഒരു പരിധി കൂടുതലാകുമ്പോൾ ഞങ്ങൾ ചൂടാവുന്നത് പോലെ ചൂടാവാതെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്, പിന്നെ എല്ലാത്തിനും ഉപരി എൻ്റെ ചേട്ടൻ്റെ ദ ബെസ്റ്റ് പാർട്ട്ണർ ആയതിന്, അങ്ങനെ ഒരു മിനിറ്റ് തീർക്കാൻ പറ്റാത്ത ഒരുപാട്. ഒരു ചേച്ചിനെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫോർ യു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ.